ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം, പ്രത്യേകാൽ ഇന്ന് നാം ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കാൻ വേർതിരിക്കുന്ന കർത്തൃദിവസം കൂടെയാണല്ലോ. പരിശുദ്ധ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ മനോഹരമായ ഈ കർത്തൃദിവസത്തിൽ നാം ഒന്നിച്ച് കേൾക്കാൻ കർത്താവ് നമുക്ക് തരുന്ന അനുഗ്രഹീതമായ ദൈവിക ആലോചനയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വചനകേൾവിക്ക് വേണ്ടി താല്പര്യത്തോടെ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട്, ആത്മരക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന ദൈവം ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടതെല്ലാം നൽകി തരുന്ന കൂടെ ആത്മാവിന് ബലവും നമ്മുടെ മുന്നേറ്റത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാറ്റിൽ നിന്നും നമ്മെ വഴിതിരിച്ച് നേരായ വഴിയിലൂടെ നടത്താനുള്ള ആത്മീക പ്രചോദനങ്ങളുമെല്ലാം അനുദിനവും നൽകിത്തന്ന് നമ്മെ ശക്തരും ബലമുള്ളവരുമാക്കി തീർക്കാൻ സർവശക്തൻ കാണിക്കുന്ന അസാധാരണമായിരിക്കുന്ന സ്നേഹത്തിന് ദൈവത്തോട് ഒത്തിരി നന്ദി കരയേറ്റിക്കൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഇപ്രകാരമാണ്. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. കല്ലറയുടെ വാതിക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആര് കല്ലുരുട്ടിക്കളയും എന്ന് തമ്മിൽ പറഞ്ഞു. വളരെ 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 പരിചിതമായ വാക്കാണത്. യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം അരിമത്തിയിലെ യോസേപ്പിൻ്റെ കല്ലറയിൽ നമ്മുടെ കർത്താവിനെ നിക്കോദീമോസും യോസേപ്പും കൂടെ യഹൂദന്മാരുടെ ശവമടക്കുന്ന മര്യാദ പ്രകാരം അടക്കി അനന്തരം വലിയൊരു കല്ല് ഉരുട്ടിക്കൊണ്ടുവന്ന് ആ കല്ലറയുടെ വാതിക്കൽ വെച്ചു. വലിയൊരു കല്ലുരുട്ടി വെച്ചു എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്തിന് നമ്മൾ എവിടെയെങ്കിലും ഇറക്കത്തിൽ കൊണ്ടുവന്ന് വണ്ടിയിട്ടിട്ട് വണ്ടിക്ക് അടവയ്ക്കുന്നത് പോലെ കയ്യാലപ്പുറത്തിരിക്കുന്ന ഒരു ചെറിയ കല്ലും കട്ട എടുത്ത് ടയറിൻ്റെ ചോട്ടിൽ വയ്ക്കുന്ന പോലെ അവിടെയും കണ്ടുണ്ടായിരുന്ന ഒരു കല്ലെടുത്ത് വാതുക്കെ വെച്ചു എന്ന് അനുമാനിക്കരുത്. അത് ഇച്ചിരി തുറന്ന മനസ്സോടെ ജ്ഞാനത്തോടെ ചിന്തിക്കണം. എന്തുകൊണ്ടെന്നാൽ ആ കല്ലറ ഒരാൾക്കങ്ങ് കയറിപ്പോകാൻ പാകത്തിന് ഒരു 6-7 അടി പൊക്കമുള്ളത്, അത്രയും വ്യാസമുള്ളതാണ്. അതിൻ്റെ വാതിക്കലേക്ക് ഒരു കല്ലുരുട്ടി വെക്കണമെന്നുണ്ടെങ്കിൽ വെറും കല്ല്, ഒരു കരിങ്കല്ലൊന്നും വെച്ചാൽ അത്രയും വലുത് നടക്കുകയില്ല. അതിനു വേണ്ടി തന്നെ കല്ലറ ഉണ്ടാക്കിയപ്പോൾ വലിയ കാളവണ്ടി ചക്രം പോലത്തെ കല്ല് പാറയിൽ കൊത്തിയെടുത്ത് സ്ലാബ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ആ പരിസരത്ത് എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടാകും. അത് ഉരുട്ടിക്കൊണ്ട് വന്ന് ഈ കല്ലറവാതിക്കൽ ആ കല്ല് ഒരു ലോക്ക് പോലെ കിടക്കത്തക്ക രീതിയിൽ ഒരു ഗാഡി പോലെ ഉണ്ടാക്കി അതിനകത്തേക്ക് ഉരുട്ടിക്കൊണ്ടിട്ടിരിക്കുക. ആ ലോക്ക് വീണാൽ അല്ലെങ്കിൽ ആ ഗാഡിയിൽ വീണാൽ പിന്നെ അത് തിരിച്ച് പുറത്തേക്ക് ഉരുട്ടിയാൽ വലിയ പാട ഉരുട്ടി മാറ്റാൻ വേണ്ടി. അങ്ങനെയാണ് കല്ലറവാതിക്കൽ കല്ല് വയ്ക്കുക എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ വീട്ടിലെ പുരയുടെ തറയിലൊരു ചെറിയ പോനം കണ്ടല്ലെങ്കിൽ ഒരു ചെറിയ ഹോള് കണ്ടു, അത് ഒരു ചെറിയ കല്ല് വെച്ച് അടച്ചു വയ്ക്കുന്ന ലാഘവത്തിൽ നമ്മൾ ചിന്തിക്കരുത്. അത്ര വലിയ ഒരു പാറയുടെ സ്ലാബ് വെച്ച് അടച്ചു. ഈ സ്ത്രീകൾ കല്ലറയുടെ വാതിക്കൽ ചെന്നു എന്ന് എഴുതിയിരിക്കുന്നത്. 2-ാമത്തെ വാക്യം തീരുമ്പോൾ സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറ വാതിക്കൽ ചെന്നതിന് ശേഷമാണ് കല്ലറയുടെ വാതിക്കൽ നമുക്ക് വേണ്ടി ആർ ഉരുട്ടി വെച്ചിരിക്കുന്ന കല്ലുരുട്ടിക്കളയും എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കല്ലറയുടെ വാതിക്കൽ ചെല്ലുന്നത് വരെയും കല്ലവിടെ ഉണ്ട്. അവരവിടെ ചെന്ന് നിന്ന് നോക്കിയപ്പോൾ കല്ലവിടെയുണ്ട്. ഇവർ തമ്മിൽ പറഞ്ഞത് ഈ കല്ലവിടെ അടച്ച് വെച്ചിരിക്കുന്നത് കണ്ടോണ്ടാണ് പറഞ്ഞത്. ഇത്രയും വലിയ കല്ല് ഉരുട്ടി വെച്ചിരിക്കുമ്പോൾ നമുക്കെങ്ങനെ ഈ സുഗന്ധദ്രവ്യം അതിനകത്ത് കൊണ്ടുപോയി കർത്താവിൻ്റെ കാൽക്കൽ പുരട്ടാനും പൂശാനും പറ്റും? അപ്പം അതുകൊണ്ട് ഈ കല്ല് എന്ന് പറയുന്നത് കൺമുമ്പിൽ കണ്ടോണ്ടാണ് പറയുന്നത്. ഞാൻ ഇന്നത് ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ അനുമാനം ശരിയായിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഈ വാക്കുകൾ വെച്ച് ഇവരിത് തമ്മിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് ഈ കല്ലുരുട്ടി കളഞ്ഞിട്ട് അതിന്മേൽ കയറിയിരുന്നു എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്രയും വലിയ ഈ ഉരുട്ടിക്കളയാൻ പറ്റാത്ത കല്ല് വാതിക്കൽ വരുമ്പോൾ ആ കല്ലവിടെയുണ്ട്, തമ്മിൽ പറയുമ്പോൾ ആ കല്ലവിടെയുണ്ട്.
പറഞ്ഞു കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ കല്ല് അവിടെ ഇല്ല. അയ്യോ, വെറുതെ ആ വാക്യത്തെ ദൂതൻ വന്ന് കല്ലുരുട്ടി കളഞ്ഞു എന്ന് പറഞ്ഞു വിടാതെ നിങ്ങളുടെ അത്ഭുതങ്ങളെയൊക്കെ ഒന്ന് പതുക്കെ പതുക്കെ ഒന്ന് ചിന്തിച്ച്. ദൂതൻ വന്ന് കല്ലുരുട്ടിയത് എപ്പോഴാ? ഈ വാതക്കൽ വന്നതിന് ശേഷം, തമ്മിൽ പറഞ്ഞതിന് ശേഷം. ചിലപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സെക്കൻഡ് കൊണ്ട് ദൂതൻ വന്ന് കല്ലുരുട്ടി മാറ്റി. ഞാനിങ്ങനെ പറയട്ടെ, ഈ വാക്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും ഇന്ന് നമ്മൾ ഈ ചിന്തയ്ക്ക് വേണ്ടി ഉയർത്തി പറയുന്ന ഭാഗം ഇതാണ്. നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടി കളയും എന്നല്ലേ അവർ ചോദിച്ചത്? അതിനർത്ഥം എന്താ? യേശുക്രിസ്തുവിന് ഉയർത്തെഴുന്നേറ്റ് പുറത്തു പോകണമെങ്കിൽ കല്ലുരുട്ടി മാറ്റണ്ട. കല്ലുരുട്ടി മാറ്റാതെ അടച്ചിട്ട മുറിക്കകത്ത് ശിഷ്യന്മാരുടെ മുമ്പിൽ അക്ഷരീകമായിട്ട് കയ്യും വിരിച്ചു വന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് പറയാൻ കഴിയുന്ന കർത്താവിന് കല്ലറ അടച്ച് സീല് വെച്ചാലും അതിനകത്ത് നിന്ന് ആത്മസ്വരൂപിക്ക് പുറത്തു വരാൻ കർത്താവിന് വേണ്ടി കല്ലുരുട്ടി മാറ്റണ്ട. പിന്നെയോ നമുക്ക് വേണ്ടി എന്നൊരു വാക്ക് കണ്ടോ? നമുക്ക് വേണ്ടി, അവർക്ക് വേണ്ടിയിട്ടാണ് കല്ലുരുട്ടി മാറ്റിയത്. അവരുടെ വിശ്വാസത്തിന്, അവർക്കതിനകത്ത് കിടക്കാൻ, ബാക്കി കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടാണ്. ഞാൻ കല്ലറയും പരിസരമൊക്കെ ഇന്നത്തെ ചിന്തയ്ക്ക് ഒരു ബലത്തിന് വേണ്ടി, ഒരു വാക്യത്തിന് വേണ്ടി എടുത്തു. പക്ഷെ ഇന്ന് നാം ഒരുമിച്ച് ഈ സഭായോഗ ദിവസത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ, കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ചില പ്രവർത്തികൾ ചെയ്യുന്നവന്, നമുക്ക് വേണ്ടി, ഈ പ്രകൃതിക്ക് വേണ്ടി പൊതുവിൽ കോമൺ ആയിട്ട് ഇവിടെ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ദൈവം ചെയ്യുന്നുണ്ട്. ദൈവം ഒരു പ്രവൃത്തി സജ്ജനായ ദൈവമാണ്. ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ദൈവം ചെയ്യുന്നു, ചെയ്തു വരുന്നു. പൊതുവിൽ മനുഷ്യർക്ക് ഗുണം വരുന്ന ഒത്തിരി കാര്യങ്ങൾ. എന്നാൽ ആവശ്യക്കാരൻ ഈ വിഷയത്തിൻ്റെ വാതിക്കലെത്തിയിട്ട് തമ്മിൽ നമുക്ക് വേണ്ടി, ആ വാക്കെന്നെ ഒത്തിരി തൊടുന്നു. നമുക്ക് വേണ്ടി, പാവപ്പെട്ട നമുക്ക് വേണ്ടി, അധികം അറിയപ്പെടാത്ത നമുക്ക് വേണ്ടി, അടഞ്ഞ വാതിലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന നമുക്ക് വേണ്ടി, ഒത്തിരി ആഗ്രഹങ്ങളുമായി ഒരുപാട് പ്രതീക്ഷയോടെ കടന്നു വന്ന നമുക്ക് വേണ്ടി, ദൈവത്തിൻ്റെ തിരുമുമ്പാകെ ദൈവം എന്തെങ്കിലും ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്ന നമുക്ക് വേണ്ടി. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ദൈവം തുറക്കുന്ന ചില വാതിലുകൾ. ചെന്നപ്പോൾ ഒരു വാതിൽ തുറന്ന് കിടക്കുമായിരുന്നു, ഞാൻ അതിൽ കൂടെ കയറിപ്പോയി എന്നല്ല. നമുക്ക് വേണ്ടി, അങ്ങനെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞുറപ്പിക്കുന്നു. ഇത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമാണ്. ഈ ആഴ്ച നമുക്ക് വേണ്ടി, നിങ്ങളത് വിശ്വസിക്കുന്നു? എവിടെയോ ഒരു വാതിൽ തുറന്ന് കിടക്കുന്നുണ്ട്, എവിടെയോ ഒരു അവസരം തുറന്ന് കിടക്കുന്നുണ്ട്, നമുക്കത് പോയി തപ്പി കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞല്ല. നമുക്ക് വേണ്ടി, നീ നിൽക്കുന്ന സ്ഥലത്ത്, നിൻ്റെ മുമ്പിൽ നിൻ്റെ കണ്ണുകൊണ്ട് അടഞ്ഞു കിടക്കുന്നത് കണ്ട സ്ഥലത്ത്, നീയും നിൻ്റെ പ്രിയപ്പെട്ടവരാരാണോ അവരും കൂടെ കണ്ണുകൊണ്ട് കണ്ടിട്ട് നെടുവീർപ്പിട്ടുകൊണ്ട്, ആ നമുക്ക് വേണ്ടി ഇതൊക്കെ ആര് ചെയ്തു തരാനുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്ന സ്ഥലത്ത്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചിലപ്പോൾ ഭാര്യയും ഭർത്താവും മാത്രമേ കാണുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ അമ്മയും മോളും മാത്രമേ കാണുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ ആരൊക്കെയാണെന്നറിയില്ല, നിങ്ങളുടെ വീട്ടിൽ 1-2 പേര് മാത്രമേ കാണുള്ളൂ. നിസ്സഹായരായി ഈ വലിയ വിഷയത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് മുഖത്തോട് മുഖം നോക്കി തമ്മിൽ അമ്മേ നമുക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാൻ ആരുണ്ട്? അച്ഛാ, നമ്മൾ പാവപ്പെട്ടവർ, നമ്മളിതൊക്കെ ആഗ്രഹിച്ചിട്ട് എന്താ കാര്യം? നമുക്ക് വേണ്ടി ആരെങ്കിലും ഒരു ചെറിയ കൈത്താങ്ങൽ പോലും തരാനില്ലാത്ത നമ്മളെന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിച്ച് ഏതോ വലിയ സാധ്യത അടഞ്ഞു കിടക്കുന്നതിൻ്റെ മുമ്പിൽ നിന്ന് നമുക്ക് വേണ്ടി ആര് തുറക്കും എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ആഴ്ചയിൽ എൻ്റെ കർത്താവ് നമുക്ക് വേണ്ടി നാം ആ നിൽക്കുന്ന നിപ്പിൽ
പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, കണ്ണിമയ്ക്കുന്നതിനിടയിൽ നിന്നൊക്കെ നമ്മുടെ കർത്താവിൻ്റെ കാഹളധ്വനിയെക്കുറിച്ച് പറയില്ല, അതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ചിലത് ചെയ്യും, പ്രവർത്തിക്കും, തുറക്കും, ദൈവം സാധ്യതകളുണ്ടാക്കും. നമുക്കതിനായി പ്രാർത്ഥിക്കാം. അങ്ങനെ തന്നെ വിശ്വസിക്കുക. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ കർത്തൃദിവസത്തിൽ, ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം, വളരെ വളരെ പരിചിതമായിരിക്കുന്നൊരു ഭാഗത്ത് നിന്ന് ഞങ്ങളിൽ ചിലർക്ക് വേണ്ടി എന്ന വണ്ണം ദൈവം ചില വാക്കുകൾ പരിശുദ്ധാത്മാവിൽ പറഞ്ഞല്ലോ. ഈ ആഴ്ചയിൽ നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞ വാക്ക് വിശ്വസിക്കുന്നവർക്ക് ഫലിക്കും. ഇത് യഥാർത്ഥത്തിൽ ആവശ്യമായിരിക്കുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ടെന്ന്, അവർക്ക് വേണ്ടി ദൈവം ചിലത് തുറക്കണേ അപ്പാ, പ്രാർത്ഥിക്കുന്നു. ദൈവം അത് ചെയ്യണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണേ പിതാവേ. ആമേൻ.